അപ്പോൾ ഞങ്ങളുടെ ആയുധ പൂജ കാര്യങ്ങളെല്ലാം ഫുള്ളായിട്ട് കഴിഞ്ഞു. അതേപോലെ നിങ്ങളൊരു വാഹനം വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മുതിർന്ന ഒരാളല്ല ഒരിക്കലും വാട്സപ്പിൽ ഒരുപാട് റിപ്ലൈ പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിപ്ലൈ കൊടുക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ്. പിന്നെ നമ്മുടെ പൂജയിപ്പോണത്തിൻ്റെ ഇന്ന് വൈകുന്നേരം നമ്മുടെ ടൂൾസും കാര്യങ്ങളെല്ലാം പൂജയ്ക്ക് വെക്കുന്ന ഒരു ദിവസമാണ്. പൂജയിപ്പോണം എന്നൊക്കെ പറയും. അപ്പോൾ അത് ഇന്നാണ്. അപ്പോൾ ഇന്ന് പൂജയ്ക്ക് വയ്ക്കും. നാളെ ഇവിടെ ലീവാണ്. നാളെ മുരാട് ഗാരേജ് മാത്രം ലീവാണ്. മറ്റന്നേ കഴിഞ്ഞ് തിങ്കളാഴ്ചയാണ് പൂജയ്ക്ക് എടുക്കലും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഗാരേജിൽ. അപ്പോൾ ഇന്ന് അങ്ങനത്തെ ഒരു വ്ളോഗൊക്കെ ആയിരിക്കും. അവിടെ നടക്കുന്ന വർക്കുകളും ഈ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വ്ളോഗായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒരു വാഹനം നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാറ് എല്ലാവരുടെ ഒരു ആഗ്രഹമാണ് ഒരു കാറ് വാങ്ങാന്നുള്ളത്. അതേപോലെ നിങ്ങളൊരു വാഹനം വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മുതിർന്ന ഒരാളെയല്ല ഒരിക്കലും കൊണ്ടുപോകേണ്ടത്. മുതിർന്ന ഒരാളെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആൾക്ക് എന്താ അറിയാം, ആൾക്ക് വണ്ടി കാണുമ്പോഴുള്ള ഭംഗിയും കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. മുതിർന്ന ഒരാളെക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ടെക്നീഷ്യനെ കൊണ്ടുപോകാം. അതായത് ഈ മെക്കാനിക്കൽ വർക്കും അത്യാവശ്യം വണ്ടീനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്ന ഒരു ടെക്നീഷ്യനെ എപ്പോഴും കൊണ്ടുപോവുക. അവരുടെ ഇൻസ്പെക്ഷന് ശേഷം വാഹനങ്ങൾ പർച്ചേസ് ചെയ്യുക. പ്രത്യേകിച്ച് ഞാൻ ഈ കാര്യം പറയാനുള്ളത് ഈ മറ്റേ പുറത്ത് ഇപ്പോൾ ദുബായിലും അവിടെ ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്നവരോടാണ്. കാരണം അവിടെ നിന്ന് നിങ്ങൾ പൈസ അയച്ചു കൊടുക്കും വണ്ടി വാങ്ങാൻ പറഞ്ഞിട്ട്. ആരെങ്കിലും കൂട്ടുകാരന്മാരെയൊക്കെ വിടും. പക്ഷെ കൂട്ടുകാരന്മാരും പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് വണ്ടി നോക്കിയെടുക്കാനുള്ള കഴിവുണ്ടാവായിരിക്കില്ല. അപ്പോൾ അത് വണ്ടി ഏതെങ്കിലും നോക്കും, വണ്ടി വലിയ കാണുമ്പോൾ ഭംഗി ഉണ്ടാവും. പക്ഷേ വണ്ടി എടുത്തതിന് ശേഷമായിരിക്കും പിന്നീട് കംപ്ലൈൻറ്റുകളും കാര്യങ്ങളെല്ലാം തിരിച്ചറിയാം. അപ്പോൾ കൂട്ടുകാരന്മാരെ ചീത്ത പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവരോട് ഒരു മടുപ്പ് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ നമ്മളെപ്പോഴും കൊണ്ടുപോകുമ്പോൾ ഒരു കൂട്ടുകാരനെ വിട്ടാൽ പോലും പറയണം ഒരു ടെക്നീഷ്യനയുടെ ആരെങ്കിലും ഒരു മെക്കാനിക്കലോ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയാവുന്ന ആളായിരിക്കണം കേട്ടോ. ആളെയും കൂടി കൂട്ടിയേക്ക്. കാരണം വണ്ടിയല്ല ഇത്ര രൂപ കൊടുത്ത് വാങ്ങണതല്ല എന്നുള്ള രീതിയിൽ വണ്ടി പർച്ചേസ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ ഇപ്പോൾ ഈ ഒരു 12 വർഷത്തെ ജേണിയിൽ, ഈ 12 വർഷമായി നമ്മുടെ ഗാരേജ് ഓപ്പൺ ചെയ്തിട്ട്, ഈ 12 വർഷത്തെ ജേണിയിൽ ഞാൻ ഒരുപാട് ആൾക്കാർ വണ്ടി എടുത്ത് പെട്ടവരുണ്ട്. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇന്നത്തെ ഈ ദിവസം വരെ വണ്ടി എടുത്ത് പെട്ട ആൾക്കാർ നമ്മുടെ ഗാരേജിൽ വണ്ടി വർക്കിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു വാഹനം വാങ്ങുന്നുണ്ടെങ്കിൽ വാഹനത്തിനെ പറ്റി അറിയാവുന്ന ഒരാളെ, മുതിർന്ന ആളെ അല്ല കൂട്ടേണ്ടത്, വാഹനത്തിനെ പറ്റി അറിയാവുന്ന ഒരാളെ കൂടെ കൂട്ടാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ റസ്റ്റ്, തുരുമ്പ്, ഇഷ്യൂസ്, പ്രോബ്ലംസ് ഉള്ള വാഹനങ്ങൾ ഒരിക്കലും വാങ്ങാണ്ടിരിക്കുക. അത് റിപ്പയർ ചെയ്താൽ മാറുമായിരിക്കും. പക്ഷേ ഒരിക്കലും ഒരു പുതിയ വാഹനം, ഇപ്പോൾ ഒരു വാഹനം 6-7 വർഷം ലൈഫ് നിൽക്കുന്നുണ്ടെങ്കിൽ പുട്ടി പാച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടി വീണ്ടും പാച്ച് വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്താലും 3 വർഷം 4 വർഷമൊക്കെ ലൈഫ് നിൽക്കുള്ളൂ. ലൈഫ് നിൽക്കുമെന്ന് പറഞ്ഞാൽ റിപ്പയറിങ് വർക്കുകൾ വരാം. വരാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എവിടെയെങ്കിലും അങ്ങനെ ജോയിൻറ്റുകളൊക്കെ വെൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ പൊടിത്തുരുമ്പുകൾ വരാം. അപ്പോൾ അത് വീണ്ടും റിപ്പയർ ചെയ്ത് സ്പോട്ട് റിപ്പയറിങ് കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അത് എത്ര ഷോറൂമിൽ ചെയ്താൽ പോലും ജോയിൻറ്റുകൾ ഉണ്ടെങ്കിൽ അവിടെ പിന്നീട് ഒരു റിപ്പയറിങ് കംപ്ലൈൻറ്റുകളൊക്കെ വരാൻ ചാൻസസ് ഉള്ളൂ. അപ്പോൾ വാഹനങ്ങൾ വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇത്ര വർഷത്തെ അനുഭവം ആയതുകൊണ്ട് അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ.
വണ്ടികളെല്ലാം കയറ്റി സെറ്റ് ചെയ്തിട്ടു. പൂജയിപ്പാണ്. പൂജയിപ്പിന് വേണ്ടിയിട്ട് വണ്ടികൾ പെയിൻ്റ് അടിച്ചിട്ടുള്ള വണ്ടിയും അടക്കം നമ്മൾ പുറത്തിറക്കിയിട്ടു ആ ഗ്രേ കളറ്. അപ്പോൾ ആ വണ്ടിയുടെയും സെറ്റിങ് ഏകദേശം തീർന്നു. അലോയ് വീലെല്ലാം കണ്ടിരിക്കും. പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വണ്ടികളെല്ലാം അറേഞ്ച് ചെയ്തിട്ടിട്ടുണ്ട്, കയറ്റിയിട്ടിട്ടുണ്ട്. പൂജയ്ക്കുള്ള കാര്യങ്ങൾ ഇവിടെ വിളക്കും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അതെ സാധനങ്ങളെല്ലാം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി എന്താണ് പരിപാടി എന്നുള്ളത് എനിക്കങ്ങനെ കറക്റ്റ് അറിയില്ല. ഇവിടെ വിളക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടികൾ നടക്കുന്നു. അതിൻ്റെ ഇടയിൽ നമ്മുടെ വണ്ടി എർട്ടിക അകത്ത് കയറ്റി. ബൂത്തിൽ നിന്ന് നമ്മുടെ മറ്റൊരു വണ്ടി ഇറങ്ങിയപ്പോൾ തന്നെ നമ്മുടെ എർട്ടിക അകത്ത് ബൂത്തിൽ കയറിയിട്ടുണ്ട്. എർട്ടിക നമുക്ക് ടച്ചപ്പ് ഉണ്ട്. റൂഫ് ഫുള്ള് ബ്ലാക്ക് ഒരു കോട്ട് അടിക്കുന്നുണ്ട്. മൊത്തം പെയിൻ്റെല്ലാം പാറി പിടിച്ചാണ് കാരണം ആ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ഈ ഭാഗങ്ങളിലെല്ലാം ടച്ചപ്പുകളും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പണിക്ക് റെഡിയാക്കി അകത്ത് കയറ്റിയിട്ടുണ്ട്. നമ്മളടുത്തത് ഫുൾ പെയിൻറ്റിങ് ചെയ്യാൻ പോണ വണ്ടി ഈ ഒരു തമിഴ്നാട് രജിസ്ട്രേഷൻ ഈ ഒരു വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ വെറ്റ് കട്ടിങ്, അതായത് വെള്ളം ഒഴിച്ചിട്ടുള്ള കട്ടിങ് കാര്യങ്ങളൊക്കെ ഇവിടെ ഏകദേശം നടന്നു. ഇനിയിപ്പോൾ നമ്മൾ പൂജയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും ചുട്ടിയാണ്. ഇപ്പോൾ സമയം 4 മണിയായിട്ടുള്ളൂ. പക്ഷേ എല്ലാവരും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുന്നുണ്ട്. വണ്ടികളെ മാക്സിമം അകത്തെല്ലാം കയറ്റി പാച്ച് വർക്കുള്ള വണ്ടിയുടെ കാര്യങ്ങളെല്ലാം ഏകദേശം ഓരോ സ്റ്റേജ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പൂജയ്ക്ക് വയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആയുധങ്ങളും അതേപോലെ തന്നെ നിലവിളക്കല്ലേ, നിലവിളക്ക്, ചന്ദനത്തിരി, പിന്നെ എന്തൊക്കെ കളഭം എല്ലാം സെറ്റ്. അപ്പോൾ ഞങ്ങളുടെ ആയുധ പൂജ കാര്യങ്ങളെല്ലാം ഫുള്ളായിട്ട് കഴിഞ്ഞു. അതിൻ്റെ ചടങ്ങുകൾ കഴിഞ്ഞു. അതിൻ്റെ നേർച്ച കഴിച്ചു. നേർച്ചയല്ല, പ്രസാദം കഴിച്ചു. അപ്പോൾ അങ്ങനെ പൂജയ്ക്ക് വെച്ചു. നാളെ ഇനി ഗ്യാരേജ് ലീവാണ്, സാറ്റർഡേ മാത്രം. സാറ്റർഡേ ലീവ് വരാനുള്ള ഒരു പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഇതിക്ക് മുമ്പുള്ള സൺഡേ ഓപ്പണിംഗ് ആയിരുന്നു. അപ്പോൾ ഈ സാറ്റർഡേ ഞങ്ങൾ ലീവാക്കി. അപ്പോൾ അങ്ങനെ ആ പൂജയുടെ ആ ഒരു ഇതിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബൊക്കെ ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. തുടർന്നും നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും